കിഴക്കേക്കോട്ടയുടെ അങ്ങോട്ട് പോയപ്പോഴാണ് ഇത് ഇവിടെ ഒരു സംഭവം കണ്ടത്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഓണമൊക്കെ അനുബന്ധിച്ച് അതെ, അപ്പോൾ ഓണമൊക്കെ അനുബന്ധിച്ചൊരു സംഭവം നമ്മൾ സെലക്ട് ചെയ്തേക്കുവാണ്. അപ്പം നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പള്ളിച്ചൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്. അവിടെ ഒരു കുറേ സ്ഥലത്ത് നമ്മുടെ ജമന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു എന്നൊരു ന്യൂസ് കണ്ടു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് അവിടെ പോയി നോക്കാം. അപ്പം എന്താവും ഉണ്ടാവോ ഇല്ലയോ എന്ന് ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ലോട്ടറിയാണ്, ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ അവസാനം കാണാൻ എന്താവും എന്നുള്ളത്. കിഴക്കേക്കോട്ടയുടെ അങ്ങോട്ട് പോയപ്പോഴാണ് ഇത് ഇവിടെ ഒരു സംഭവം കണ്ടത്. അത് പഴയടം രുചി എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഈ സദ്യയൊക്കെ ഉണ്ടാക്കുന്നതിൽ കെങ്കേമമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയോ എന്താ പറയുക 101 കറികളും അങ്ങനെയൊക്കെ ഒരു ന്യൂസിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ആ റെസ്റ്റോറൻറ്റ് വരുന്നത്. പേര് പഴയടം രുചി എന്നാണ്. ഇപ്പം തന്നെ നിറയെ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ജമന്തിപ്പൂ തോട്ടത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ലെഫ്റ്റാണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ എന്താ പറയുക ജമന്തി തോട്ടം. ഇവിടെ എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, ഇതോ അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലാണ്. ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയാം. നമ്മൾ വാർത്ത വായിക്കുന്ന പോലെ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ അവിടുത്തെ ജമന്തി പൂന്തോട്ടത്തിൻ്റെ ഒത്ത നടുവിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതെ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നല്ല വിശാലമായ എന്താ അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ പോലെ അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയാം അല്ലേ. അതെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ടിക്കറ്റ് വന്നിട്ട് 10 രൂപയാണ്. അപ്പൊ അവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. അവിടെ എടുക്കണമെങ്കിൽ അഡീഷണൽ ടിക്കറ്റ് വേണം. അതാണ് അവർ പറഞ്ഞത്. നല്ല മണമുണ്ടല്ലേ. നമ്മളെ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. അതെ, ഇപ്പോഴും നിപ്പുണ്ടെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ ഒരു ശകലം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. വാ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അടിച്ച നല്ല സൂപ്പറായിട്ടിരിക്കുന്ന സാധനം, പല കളറിൽ കണ്ടോ. ഇതൊന്നും അല്ലല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ആക്ച്വലി ഇതൊരു തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ടാണ്, പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അവര് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ. കണ്ടോ, നമ്മുടെ ബാക്കിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളൊരു മഞ്ഞ നല്ല കൂടി നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കുറവാണ്, പക്ഷെ ആ ഭാഗത്ത് നല്ല അടിപൊളി. എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് അറിയാവോ, ഇല്ല കുമാരി ആ സോങ്ങിൽ ഇങ്ങനെ മറ്റേ നമ്മുടെ വിക്രമം ഏകദേശം ആ ഒരു ഫീലാണ്. അത്രയ്ക്കില്ല, പക്ഷെ എന്നാലും അതുപോലെ തോന്നിക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഇതിപ്പോ പഞ്ചായത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അപ്പൊ അത് എല്ലാ പഞ്ചായത്തിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ കുറെ പേർക്ക് ജോലിയാവും, അവർക്ക് ശമ്പളം കിട്ടും. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചേച്ചിമാരൊക്കെ ഒന്ന് പൂ പറിക്കുന്നുണ്ട്. ആക്ച്വലി അത് ഇവിടെ സെയിലും ഉണ്ട്. ഇപ്പൊ കിലോ 50 രൂപയാണെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ടെല്ലാം ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കൂടെ പോവാം. അങ്ങോട്ട് അവിടെയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ വന്നപ്പം ആൾക്കാർ കുറേ, ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതെ, ഊഞ്ഞാലും ഉണ്ട് അവിടെ. അവിടെ കുറേ ജമന്തി ഉണ്ടല്ലോ. അപ്പം നമുക്ക് തൽക്കാലം അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ബാ. പോലെ ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയില്ല എത്രത്തോളം. ഇവിടെ കുറേ പണിക്കാരൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നട്ടിട്ടുള്ള സാധനങ്ങളാണ്. ഇനി ഇതൊക്കെ വളർന്ന് വലുതാവണം. സാധനമാണ് സെൽഫി പോയിന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് 10 രൂപയുള്ള കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ഫോട്ടോ എടുക്കാം. 20 ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത്
ഏകദേശം. ഇവിടെ വന്നത് ഇവിടെ കുറച്ച് പയറൊക്കെ വെക്കുന്നത് കണ്ട് നമുക്ക് നോക്കാം എത്ര രൂപയാണ്. ഒരു കെട്ടിന് 20 രൂപ. നല്ല ഫ്രഷ് സാധനം. ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ്. ഓ ഓ ശരി. 20 രൂപ അല്ലേ ചേട്ടാ? അപ്പൊ ഇതും അതും എന്റെ കമ്മലുണ്ടോ? ഞാൻ അറിയാതെ ഇട്ടതാണ്, പക്ഷെ മഞ്ഞ കളർ ആയില്ല. മഞ്ഞയായിരുന്നെങ്കിൽ കറക്റ്റ് ചമ്മന്തി പോലെ. ചേട്ടാ ഒരു മിനിറ്റ് ഞാനോ? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ കൃഷി ചെയ്യുന്ന വെണ്ടയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ പയറുണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട്. പിന്നെ അതേ കൊലയുണ്ട്. $50 സ്വർണ്ണ ചെമ്പകപ്പൂവാണ്. കുളിരുവിട്ടുമി നീലക്കുളത്തിൽ കുളിച്ചു നിൽക്കണതെന്താണ്? എന്നുഖമല്ല. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ജമന്തി പാടത്ത് നിന്ന് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പം പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.